നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഏകസ്വരത്തിൽ ഇതൊന്ന് പറയാൻ സാധിച്ചാൽ എത്ര വലിയ അനുഗ്രഹമാണ്. ദൈവത്തെ ഞങ്ങൾ സേവിക്കും, ദൈവത്തെ ഞങ്ങൾ അനുസരിക്കും, ദൈവത്തെ ഞങ്ങൾ സ്നേഹിക്കും, ദൈവത്തിന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളും. ഈ ഭൂമിയിൽ എന്ത് വന്നാലും ഞങ്ങൾക്ക് സ്വർഗത്തിൽ എത്തണം. ജോഷുവയും കുടുംബാംഗങ്ങളും വിളിച്ചു പറഞ്ഞൊരു കാര്യം ഇതാണ്: നമ്മുടെ കുടുംബത്തിൽ വലിയൊരു മാതൃകയായി മാറുവാൻ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ന്യായാധിപന്മാർ 11-ാം അധ്യായത്തില് ജെഫ്തായുടെ കുടുംബത്തെ നമുക്ക് കാണുന്നു. വലിയ വില കൊടുത്ത് ദൈവത്തിന് കൊടുത്ത വാഗ്ദാനം ദൈവത്തിന് മുമ്പിൽ നേർന്നത് നിറവേറ്റാൻ മനസ്സ് കാണിക്കുന്ന ഒരു കുടുംബത്തെ ഇവിടെ കാണാൻ പറ്റും. അതിന് സ്വന്തം മകളെപ്പോലും ബലികടിക്കാൻ സന്നദ്ധത കാണിച്ച ജെഫ്ത. നവോമിയുടെ കുടുംബത്തെ നമ്മൾ കാണുന്നുണ്ട്. അമ്മ മക്കൾക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിച്ചു. മക്കള് അമ്മയുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിച്ചു. എന്ത് ത്യാഗമെടുത്തു, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കും, അമ്മ മരിക്കുന്നിടത്ത് എനിക്ക് മരിച്ചാൽ മതി, അമ്മ ജീവിക്കുന്നിടത്ത് ജീവിച്ചാൽ മതി, അങ്ങനെയൊക്കെ പറയാൻ സാധിച്ച റൂത്തിനെ നമുക്ക് കാണാൻ പറ്റും. കർത്താവേ, ഇന്ന് സ്വാർത്ഥത പെരുകി ഞങ്ങളുടെ കുടുംബങ്ങളിൽ പോലും ഒരുപാട് അനർത്ഥങ്ങളും ക്രമക്കേടുകളും വന്നു ചേർന്നിരിക്കുന്നു. അതിൽ നിന്നെല്ലാം ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അവസ്ഥകളെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. അപ്പം നമ്മുടെ വ്യക്തി ജീവിതം വിശുദ്ധീകരിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, അവിടുത്തെ ശക്തി ദാസരുടെ മേൽ അയക്കണമേ. ഇവരിലൂടെ ഇവരുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, കുടുംബാംഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കർത്താവെ അവിടുന്ന് ഇപ്പോൾ അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യനാഥ, അവിടുത്തെ ശക്തി ഈ ദാസരിലേക്ക് അവിടുന്ന് ഇപ്പോൾ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ട സൗഖ്യം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, സമ്പത്ത് കൊടുക്കണമേ, മറ്റനുഗ്രഹങ്ങൾ വർഷിക്കണമേ. തടസ്സങ്ങളെല്ലാം മാറ്റി കർത്താവെ അവിടുന്ന് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളിൽ അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ സ്നേഹവും അവിടുത്തെ പ്രകാശവും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തിൽ കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം. Through